ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഇതിൽ നമ്മൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തുള്ളൂ. ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും. കൊക്കോ പൗഡറോ ക്രീമോ ബീറ്ററോ ഒന്നും വേണ്ട, മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബർബണിൻ്റെ ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റ് തന്നെ എടുക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയാലും മതി. ഞാനിത് ഫുള്ളായിട്ട് എടുക്കണില്ല, ഒരു 8 അല്ലെങ്കിൽ 10 പീസ് മതിയാവും. ഇത് നമുക്ക് ആദ്യം ഒരു മിക്സി ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ നടുവിലുള്ള ചോക്ലേറ്റോടുകൂടി തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ മിക്സി ബൗൾ എടുക്കാം. അപ്പോൾ അതാ ഞാനൊരു വലിയ മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക്. ഇപ്പം നമ്മുടെ പാലൊഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചില്ലേ ബിസ്ക്കറ്റ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പാലും അതേപോലെ തന്നെ ബിസ്ക്കറ്റും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ പാലും ബിസ്ക്കറ്റും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. അതുവരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. കുറച്ച് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. നമ്മുടെ ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി തിക്കാക്കണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയേക്കുന്നത്. ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ചൂടാറട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുപ്പിൽ തന്നെ വെച്ചിരിക്കണ്ട, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നോക്കി, ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കൂടുതൽ തിക്കുമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സി ബൗളിലേക്ക് ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ പാലിൻ്റെ മിക്സ് കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിപ്പോൾ പാലൊന്നും എക്സ്ട്രാ ചേർക്കണില്ല. കൂടുതൽ തിക്കാണെങ്കിൽ മാത്രം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നു. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു അടപ്പുള്ള പാത്രത്തിൽ. ഇപ്പോൾ അതാ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതാ നമ്മുടെ പാത്രം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 അല്ലെങ്കിൽ 5 മണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് നല്ല കട്ടിയായിട്ട് വരണം. എന്നിട്ട് നമുക്കിത് വെളിയിലെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. 4 അല്ലെങ്കിൽ 5 മണിക്കൂർ മതിയാകും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിട്ടൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടിയായതിന് ശേഷം വീണ്ടും ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം വീണ്ടും മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം വീണ്ടും അടിച്ചെടുത്തുകൊണ്ട് വന്നു. ഇത് നമുക്കിനി നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ചിട്ട് ഒരു 8 മണിക്കൂറോളം നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. 8 മണിക്കൂറാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊരു 8 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഇതിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അതുമല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.